അസ്സലാമു അലൈക്കും. അബ്ദുൽ കാസറോടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. എൻ്റെ കാലത്തെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ ഒന്ന് നിങ്ങൾ പൂർണ്ണമായി കേൾക്കണം. കാരണം നമ്മുടെ ജനുവരി 23, 24 തീയതികളിൽ ഇന്ത്യയിൽ ഒരു രാം മന്ദിർ ഉദ്ഘാടനത്തിൻ്റെ കർമ്മങ്ങൾ നടന്നു. ഇപ്പോൾ ഈ ഫെബ്രുവരി 12 UAE ഒരു മറ്റേ ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഏറ്റവും വലിയൊരു അമ്പലം ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദി. അപ്പോൾ ഈ നമ്മളെ രാജ്യത്ത് ഇപ്പോൾ ചർച്ചാ വിഷയം ഏത് ചാനൽ തുറന്ന് നോക്കിയാലും ഏത് ഭാഗത്ത് പോയി നിന്ന് സംസാരിച്ചാലും ഏത് മാർക്കറ്റിൽ പോയാലും ഏത് സദസ്സിൽ പോയാലും ഏത് ഭാഗത്ത് പോയാലും ഏത് രാഷ്ട്രീയക്കാരനായാലും സംസാരിക്കുന്നൊരു സംസാരം ഇപ്പോൾ ഈ വെറും അമ്പലം കെട്ടിയതും പള്ളി പൊളിച്ചതും ഇവിടെ രാം മന്ദിർ ഉദ്ഘാടനമാക്കിയതും UAE മുസ്ലിം രാജ്യത്തിൽ സ്ഥലം കൊടുത്തിട്ട് അവിടെ അമ്പലം കെട്ടിയതും ഇതാണ് ചർച്ച വിഷയം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ലേശം സംസാരിക്കണമെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് തിരിച്ചൊന്ന് കാണണം. ഇത് ഞാൻ പറയാനുള്ള കാരണം, ഈ UAEയും നമ്മളെ ഈ ഇന്ത്യ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് കൊല്ലങ്ങൾ പഴക്കമുള്ള രാജ്യമാണ്. ആ രാഷ്ട്രങ്ങൾ തമ്മിലുള്ളൊരു ബന്ധമാണ് ഈ UAEയിലുള്ള ഒരു അമ്പലം കെട്ടിയതും ഉദ്ഘാടനമാക്കിയതും ഒക്കെ. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ചർച്ചാ വിഷയം എന്ന് വെച്ചാൽ, ഇന്ത്യ രാജ്യത്ത് പള്ളി പൊളിച്ചിട്ട് അമ്പലം കെട്ടുന്നു, മുസ്ലിം രാഷ്ട്രത്ത് അമ്പലം കെട്ടാൻ സ്ഥലം കൊടുക്കുന്നു. ഇതെന്താ അറബികൾക്ക് ബുദ്ധിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരുപാട് ചർച്ചാ വിഷയങ്ങൾ, അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ ചർച്ചാ വിഷയങ്ങൾ, പിന്നെ രാഷ്ട്രീയപരമായ ചർച്ചാ വിഷയങ്ങൾ. ഇതിൽ ഓരോ ആളുകൾക്കും മുതലെടുപ്പും പറയുന്നതിൽ കാര്യവും കാര്യമില്ലായ്മകളും സമയം പോക്കൊക്കെ ഉണ്ട്. ഞാനിത് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചെങ്കിൽ, ഒരു നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്, ഇന്ത്യ അല്ല. നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, ഒരു പൗരൻ ഇന്ത്യൻ്റെ. അതുപോലെ തന്നെ UAEൻ്റെ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അടുത്ത ഭരണാധിപൻ പറഞ്ഞെങ്കിൽ ആ UAEൻ്റെ ഒരു ഭരണാധിപൻ, ഒരു വ്യക്തി, ഒരു പൗരനാണ് അടുത്ത. പക്ഷേ UAE എന്നും ഇന്ത്യ എന്നും പറഞ്ഞ രണ്ട് രാഷ്ട്രമാണ്. ഇവർ രണ്ടുപേരും ഭരണത്തിന് ഇറങ്ങിപ്പോകുമ്പോൾ അവിടെ മറ്റൊരാൾ വരും. അപ്പോൾ ഇവിടെ നരേന്ദ്രമോദിയോ അവിടുത്തെ ഭരണകർത്താവൊന്നല്ല ഇവിടെ പ്രശ്നം. ലോകത്തിൽ ഓരോ രാജ്യത്തിനും അതാത് രാജ്യത്തിൻ്റെ നിലനിൽപ്പുകളും അതിൻ്റെ മുന്നോട്ട് പോക്കും അതിൻ്റെ വളർച്ചകളൊക്കെ ഉണ്ട്. അത് ആ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ചിന്താഗതി പോലെ ഇരിക്കും. അതാണ് ഇപ്പോൾ നമ്മൾ UAE ഇന്ത്യയിലൊക്കെ കാണുന്നത് പ്രതിഭാസം. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചെങ്കിൽ, UAE ഗവൺമെൻറ് അവിടെ ഒരു അമ്പലം കെട്ടാൻ വേണ്ടി സ്ഥലം കൊടുത്തത് ഈ രാഷ്ട്രത്തിലുള്ള ബഹുമാനം കൊണ്ടാണ്, അല്ലാതെ നരേന്ദ്രമോദിയുള്ള ബഹുമാനം കൊണ്ടൊന്നുമല്ല. ഈ രാജ്യത്തിലുള്ള ഹിന്ദു സമുദായത്തിലുള്ള സ്നേഹം കൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റുള്ള മതവിശ്വാസികളുള്ള സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും. അത് പ്രവാചകൻ കാണിച്ചു കൊടുത്ത മാതൃകയാണ്. പ്രവാചകൻ ഈ ജൂതന് പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളിയിലടം കൊടുത്തു. ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് പഴങ്ങിപ്പോയ ദേവാലയത്തിനെ പുതുക്കി വൃത്തിയാക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അവിടെ ആരാധിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇസ്ലാമിക ചരിത്രമാണ്. അതുകൊണ്ട് അവിടെ ഒരു വിഗ്രഹാരാധകർക്ക് ഒരു അമ്പലം കൊടുത്തതുകൊണ്ട് നമ്മൾ മുസ്ലിങ്ങൾക്കൊരു തകർച്ച വന്നോ അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധിപന്മാർക്ക് ഇസ്ലാമായിട്ട് അറിയാത്തത് കൊണ്ടെന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. അങ്ങനെ ഒരുപാട് ചർച്ച ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ രാഷ്ട്രീയപരമായിട്ട് ഇന്ത്യയിൽ തന്നെ ഹിന്ദുക്കൾ തന്നെ ഇത്തിരി ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ മുസ്ലിങ്ങളെ പള്ളി പൊളിക്കുന്നു, ആടെ പോയിട്ട് നരേന്ദ്രമോദി അമ്പലം കെട്ടുന്നു, ഉദ്ഘാടനമാക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും ഒരു ചർച്ച വിഷയമല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ, ഈ രാജ്യത്തിൻ്റെ പിന്നോക്കം പോക്കാന്ന് നമ്മൾ ഈ ചർച്ച ചെയ്തത്. ഇപ്പോൾ ഇത് രണ്ട് രാഷ്ട്രങ്ങൾ ബന്ധമുള്ള ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ രാജ്യം ഈ രാജ്യം ഇങ്ങനത്തെ ഈ ദേവാലയങ്ങൾ കെട്ടിയതും അവിടെ നരേന്ദ്രമോദി ഇപ്പോഴത്തെ ഭരണാധിപനായതുകൊണ്ട് പോയി ഉദ്ഘാടനം ചെയ്തൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഈ UAEയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഇന്നോ ഇന്നലെയുള്ളതൊന്നുമല്ല. നരേന്ദ്രമോദി ഇന്നലെ വന്ന ആളല്ലേ, ഇനി നാളെ ചിലപ്പോൾ നരേന്ദ്രമോദി ഇറങ്ങിയിട്ട് പോകും. അപ്പോൾ മറ്റൊരു ഭരണാധിപൻ. അപ്പോൾ ഇന്ത്യൻ്റെ ഭരണഘടന ഇവിടെ തന്നെയുണ്ട്, ഇന്ത്യ ഇവിടെ തന്നെയുണ്ട്. UAE അങ്ങനെ ആ ഭരണാധിപൻ മരിച്ചിട്ട് പോയാലും നാളെ UAE അവിടെ തന്നെയുണ്ട്, ഭരണാധിപൻ മരിച്ചിട്ട് പോയി എന്നല്ലാതെ. അപ്പം ബന്ധമുള്ള ആവശ്യമാണ്. അതാണ് ഇതിൽ നിന്ന് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഈ ആരാധനയ്ക്ക് ഇത് കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്ത്? ഈ രാജ്യം ആ രാജ്യമുള്ള വലിയ ബന്ധങ്ങളാണ്, അത് നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരെന്നവർ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് വ്യത്യാസം കാണാനുള്ളത്? ഇവിടെ വെറുതെ അങ്ങനെ എങ്ങനെയും നമ്മൾ സംസാരിച്ചിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നതിന് അർത്ഥമൊന്നുമില്ല. ഇവിടെ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയാണെന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം UAE ഗവൺമെൻറ് കാണിക്കുന്ന മാതൃക എന്തെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഇവിടുത്തെ ഗവൺമെൻറ്റും കൂടെ പ്രവർത്തിക്കുമ്പം അവർക്കും കൂടെ അത് നല്ലൊരു വഴിയാണ് ചെയ്യുന്നുള്ളതെന്ന് അവർക്ക് തോന്നും. അല്ലെങ്കിൽ അവർ മറ്റൊരു രൂപത്തിൽ അവർ നാളെ ചിന്തിച്ചെന്ന് വരും. എല്ലാം എന്നല്ല. പക്ഷേ നരേന്ദ്രമോദിയാണ് ഇത് തിരുത്തേണ്ടത്. അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ
ഇന്നത്തെ നയവുമായി ബന്ധപ്പെട്ട് പോകുന്ന ജനങ്ങളാണ് ഇത് തിരുത്തേണ്ടത്. അല്ലാതെ കണ്ട് ഈ അമ്പലം കൊടുത്തുകൊണ്ട് ഇന്ത്യക്ക് ദോഷമോ ഗുണമോ അല്ലെങ്കിൽ വർഗീയമോ പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. രണ്ട് രാജ്യത്തിൻ്റെ ബന്ധവും രണ്ട് പൗരന്മാരെന്നുള്ള ബന്ധം വ്യത്യാസമുണ്ട്. നരേന്ദ്രമോദി ഇന്ത്യൻ്റെ ഒരു പൗരന ഒരു വ്യക്തിയാണ്. ബന്ധം എന്താണ്? യു എയുമായിട്ടുള്ള ബന്ധമാണ് അവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ കൂട്ടിക്കുഴയ്ക്കുന്ന അർത്ഥമൊന്നുമില്ല. ഇപ്പോൾ ചർച്ചാ വിഷയം അങ്ങനെയാണ്. ഇവിടെ പള്ളി പൊളിക്കുന്ന പിന്നെന്തേ അത് പറയുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ സത്യമാണ്. കാരണം ഇവിടെ ബാബരി പള്ളി പൊളിച്ച സ്ഥലത്ത് ഒരു അമ്പലം കെട്ടി, അവിടെ പകരം കൊടുത്ത സ്ഥലത്ത് പള്ളിയൊന്നും കെട്ടിയിട്ടില്ല. അത് മറ്റൊരു കാര്യം, അത് കിട്ടെ. ആ ഉദ്ഘാടനം ചെയ്ത് അമ്പലം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് തന്നെ ഡൽഹിയിലൊരു പള്ളി പൊളിക്കുന്നു. അതുപോലെ തന്നെ വേറെ ഒരു മഖ്ബറ പിടിച്ചെടുക്കുന്നു. ഗ്യാൻബാബി പള്ളിയിൽ ഒരാഴ്ച കൊണ്ട് പൂജക്ക് സൗകര്യം ചെയ്ത് കൊടുക്കാൻ വേണ്ടി കോടതി ഉത്തരവിടുന്നു. താജ്മഹലിലേക്ക് 6-ാം താരീഖിന് ഉറൂസ് കഴിക്കുമ്പോൾ തടുക്കണം എന്ന് പറഞ്ഞിട്ട് സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ഹർജി കൊണ്ടിട്ട് കോടതി കൊടുക്കുന്നത് കോടതി സ്വീകരിക്കുന്നു. ഇതൊക്കെ ഇവിടെ കാണുമ്പോൾ ചില ജനങ്ങൾ സംസാരിക്കുന്നത് അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ്. പക്ഷെ അത് നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയല്ല അത്, അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ വശങ്ങളൊന്നുമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തി ചെയ്യുന്നത്. അപ്പം നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്ന ഈ പ്രവണതയ്ക്ക് അവരാണ് തിരുത്തേണ്ടത്. അതുകൊണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ബന്ധം ഉണ്ടാകുന്നതിനെ പറ്റിയിട്ട് അതിനെ ശക്തമാക്കുന്നതിനെ പറ്റി കൊടുക്കുന്ന ഈ കരാറുകളുണ്ടല്ലോ, ഇതിന് നമ്മൾ എടുക്ക നിൽക്കുക, അതിനെപ്പറ്റി ചർച്ച ചെയ്തു അത് മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ആർക്കും ഭൂഷണമല്ല, ആരും സംസാരിക്കാൻ പാടില്ല എന്ന് എൻ്റെ അഭിപ്രായം. രണ്ട് രാഷ്ട്രങ്ങളാണിത്, ഇത് വ്യക്തികളാണ്. ഇപ്പോൾ ഇവിടെ നരേന്ദ്രമോദി ഭരിക്കുന്ന, അവരെ ഗവൺമെൻറ് ഭരിക്കുന്ന വ്യക്തികളാണ് ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടന അതല്ല. അപ്പം അതേപോലെ തന്നെ ഇവിടെ തിരുത്തേണ്ടതായി അതേ നരേന്ദ്രമോദി യു എ ഗവൺമെൻറ് കൊടുത്തു കണ്ടില്ലേ? യു എ ഗവൺമെൻറ് കൊടുത്ത സിവിലിയൻ അവാർഡ് ബഹുമതി കൊടുത്ത് സ്വീകരിച്ചത്, മനുഷ്യനെ ബഹുമാനിക്കുന്ന ബഹുമതി കൊടുത്തിട്ട്. അവിടെയാണ് നരേന്ദ്രമോദി തിരുത്തേണ്ടത് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ നരേന്ദ്രമോദീൻ്റെ അനുയായികൾ തിരുത്തേണ്ടത്. അവിടെയാണ് വേണ്ടത്. കാരണം അവർ നമ്മളെ ബഹുമാനിക്കുന്നു. ഇവിടെ പള്ളി പൊളിയുമ്പോൾ അവിടെ അമ്പലം കെട്ടാൻ സ്ഥലം കൊടുക്കുന്നു, സ്നേഹിക്കുന്നു, സ്വീകരിക്കുന്നു, എല്ലാം ചെയ്യുമ്പം യഥാർത്ഥത്തിൽ വേണ്ടത് ആരാന്ന്? നരേന്ദ്രമോദിയും അവരുടെ അനുയായികളാണ് അത് തിരുത്തേണ്ടത്. അല്ലാതെ കണ്ട് ഇന്ത്യ രാജ്യമല്ല തിരുത്തേണ്ടത്. അത് തിരുത്തിയില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യേണ്ടത്? ഇനി ഇവിടെ വരുന്ന ഗവൺമെൻറ് ആര് വരണമെന്ന് ഇന്ത്യയിലത്തെ ജനങ്ങൾ തീരുമാനിക്കണം. അങ്ങനെ ആ യു എ ഗവൺമെൻറ് കാണിക്കുന്ന പോലുള്ള സൗഹാർദ്ദവും സ്നേഹവും മനുഷ്യ സ്നേഹവും പുലർത്തുന്ന, മനുഷ്യൻ്റെ ഐക്യങ്ങളുണ്ടാക്കുന്ന, മനുഷ്യന് ഗുണം ചെയ്യുന്ന കണക്കത്തെ പ്രവർത്തനം ചെയ്യുന്ന ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഇവിടുത്തെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ കണ്ട് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ഉള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുൻകാലങ്ങളിൽ യു എക്കൊക്കെ ഇത് ബന്ധം ചെറിയ ബന്ധമൊന്നുമല്ല. ചിലപ്പം നരേന്ദ്രമോദിയുടെ മനസ്സിൻ്റെ വിശാലത വേറൊരു രൂപമായതുകൊണ്ട് ചിലപ്പോൾ അറിഞ്ഞെന്ന് വരില്ല, അല്ലെങ്കിൽ മറച്ചു വെക്കുന്നതായിരിക്കും. യു എക്കൊക്കെ ആദ്യം സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യൻ്റെ കറൻസിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അത്ര വലിയ ബന്ധമുള്ള രാജ്യമാണ് ഇന്ത്യയുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മുസ്ലിം സഹോദരന്മാരോടും ഇവിടുത്തെ നല്ല ഹിന്ദു സഹോദരന്മാരോടും ഇവിടുത്തെ രാഷ്ട്രീയക്കാരോടും പാർട്ടിക്കാരോടും എനിക്ക് പറയണത് വെച്ചെങ്കിൽ, നിങ്ങൾ അവിടെ ഉദ്ഘാടനമാക്കിയത് ബന്ധപ്പെട്ടിട്ട് വീണ്ടും ഈ രാജ്യത്ത് വർഗ്യങ്ങൾ ഉണ്ടാക്കരുത്. ഈ ഇന്ത്യയിലത്തെ ജനങ്ങളോട് നമുക്ക് പറയേണ്ടതെന്ന് വെച്ചെങ്കിൽ, ഈ യു എ ഗവൺമെൻറ് കാണിക്കുന്ന പോലെ നല്ല മനസ്സ് വെച്ചിട്ട് എല്ലാ മനുഷ്യനും സ്നേഹിക്കുന്ന, എല്ലാവർക്കും ജീവിക്കാൻ അനുവദിക്കുന്ന, എല്ലാവരും ആരും ദ്രോഹിക്കാതെ കണ്ട് എല്ലാവരും സ്നേഹിച്ചിട്ട് വരേണ്ട ഒരു ഗവൺമെൻറ് നമ്മുടെ രാജ്യത്ത് പോകണം. അങ്ങനത്തെ ഒരു ഗവൺമെൻറ് വേണമെന്നാണ് ഇനി ഇലക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്. അതല്ലാതെ കണ്ട് ഈ അമ്പലം അവിടെ കെട്ടാൻ കൊടുത്തതുകൊണ്ട് ഇവിടെ പള്ളി വിളിക്കുന്നു, അവിടെ അമ്പലം കെട്ടുന്നു എന്ന് പറയുന്നതിന് അർത്ഥം എന്നുള്ളത്. അപ്പം വ്യക്തികൾ ചെയ്യുന്നതും രാഷ്ട്രങ്ങൾ ചെയ്യുന്നതും രണ്ടാണ്. അപ്പം അവിടുത്തെ വ്യക്തിയെ നമ്മൾ നോക്കേണ്ട, അവരുടെ മനസ്സിൻ്റെ വിശാലത. ഇവിടുത്തെ നമ്മൾ ഭരിക്കുന്ന ഭരണാധിപൻ്റെ വിശാലതയാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് തീരുമാനം എടുക്കണം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ നല്ലവരായ ജനങ്ങളും തീരുമാനിക്കണം. അങ്ങനെയാണ്. അതിനു വേണ്ടി നിങ്ങൾ ചർച്ച ചെയ്യൂ. എന്നിട്ട് ഇനിയും കൂടി നമുക്ക് രാജ്യത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്ന, ലോകത്തിന് എല്ലാവരും നമ്മൾ അംഗീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ വർഗീയോ ചിന്താഗതിയോ വിഭാഗീയതയോ കാണാതെ കണ്ട് എല്ലാവരും മനുഷ്യരെ തുല്യരായി കാണുന്ന ഒരു ഭരണകർത്താക്കന്മാർ നമ്മുടെ രാജ്യത്ത് പോകണമെന്ന് നമ്മൾ തീരുമാനിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ കണ്ട് ഈ വർഗീയപരമായ ചിന്താഗതി വീണ്ടും കുത്തിപ്പൊക്കരുത് എന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. വീഡിയോ നീളുന്നത് കൊണ്ട് ഞാൻ നിർത്തുന്നു. കാരണം ഈ ചർച്ച ഇങ്ങനത്തെ ആയതുകൊണ്ട് ഞാനൊന്ന് അല്ലെങ്കിൽ സംസാരിക്കുന്നവർ സംസാരിച്ചു. അപ്പം രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധമാണിത്. ആ ബന്ധത്തിന് എന്തെങ്കിലും വിഘാതമാകുന്ന, ദോഷം വരുന്ന പ്രവണത നമ്മളെ നാവിൽ നിന്ന് വരരുത്. ഇനി വരുന്ന ഇലക്ഷനിൽ നമ്മൾക്ക് വേണ്ടി വന്നെങ്കിൽ നമ്മൾക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനത്തിനനുസരിച്ച് മറ്റൊരു രാജ്യത്തിന് സ്വീകരിക്കാൻ പറ്റുന്ന ഭരണകർത്താക്കന്മാരെ വരാൻ വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്
എൻ്റെ ഇത് തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ജയ് ഹിന്ദ്.